വന്യജീവികളുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണത്തിൽ പൊറുതിമുട്ടുകയാണ് മൂന്നാറിൽ വനം വകുപ്പ്. കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങിയെന്നായിരുന്നു പ്രചാരണം. ഇന്നലെ AI ഉപയോഗിച്ച് തയ്യാറാക്കിയ കരടിയുടെ ചിത്രമാണ് ആളുകളെ ഭയപ്പെടുത്താൻ ഉപയോഗിച്ചത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് വനം വകുപ്പ്. മൂന്നാർ മേഖലയിൽ വിവിധയിടങ്ങളിൽ വന്യജീവി ശല്യം അതിരൂക്ഷമാണ്. അതിനിടയിലാണ് വ്യാജ പ്രചരണവും. മാട്ടുപ്പെട്ടിയിൽ കടുവയിറങ്ങിയ എന്ന പേരിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഒടുവിൽ ആളുകളെ ഭയപ്പെടുത്താൻ ഈ ചിത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മൂന്നാർ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപം കരടി ഇറങ്ങി എന്ന തരത്തിലാണ് പ്രചരണം. ചിത്രത്തിലെ സ്ഥലം മൂന്നാർ തന്നെയാണെങ്കിലും AI ഉപയോഗിച്ചാണ് ഈ ചിത്രത്തിൽ കരടിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. സംഭവത്തിൽ വനം വകുപ്പ് പോലീസിൽ പരാതി നൽകി. നമ്മൾ ക്രിയേഷൻ ആയിട്ടാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ജനങ്ങൾ ഇപ്പൊ വലിയ പരിഭ്രാന്തിയൊക്കെ ഉണ്ടാവുന്നു. ഞങ്ങളുടെ ജോലിഭാരം കൂടുന്നു. അപ്പം ഇത്തവണ നമ്മൾ നിയമ നടപടി സ്വീകരിക്കും, കർശനമായ നടപടി സ്വീകരിക്കും. ഇവിടെ പ്രചരിപ്പിച്ച ഏതാനും ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് പ്രചരിപ്പിച്ചവരെ വനം വകുപ്പും പോലീസും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും. വ്യാജ പ്രചരണത്തിൽ പ്രദേശവാസികളും കടുത്ത അമർഷത്തിലാണ്. അപ്പൊ വീട്ടിൽ കയറാൻ പോലും എനിക്ക് പേടി ഉണ്ടായിരുന്നു. പിള്ളേർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കരടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പ്രദേശത്ത് ഇങ്ങനെ എന്നെ വാട്സപ്പിൽ കൂടി വന്നു. ആന വരും, കടുവ വരും, അത് കരടി ഈ ഭാഗത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ തന്നെ പേടിച്ചു പോയതാ. കുടുംബത്തെ വ്യാജ പ്രചരണങ്ങൾ വന്യജീവി സംഘർഷം നേരിടുന്ന പ്രദേശത്ത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.